എൻ്റെ അമ്മേ, ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ മതി കേട്ടോ. നിങ്ങളുടെ മുടി വേര് മുതൽ മുടിയുടെ തുമ്പ് വരെ കറുപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മിക്സ് മാത്രം മതി. അലർജി വരുമെന്ന് ഒരു പേടിയില്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാനും പറ്റും, അതുപോലെ തന്നെ യൂസ് ചെയ്യാനും പറ്റിയ ഒരു ഹെയർ ഡൈ ആണ്. ഈ ഒരു ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് കട്ടി കുറഞ്ഞ കഞ്ഞിവെള്ളം എടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഒന്ന് ചൂടാക്കി എടുക്കാവേ. വെള്ളത്തിലേക്ക് നമുക്ക് ഇടേണ്ടത് നമ്മുടെ ചെമ്പരത്തി പൂവാണ്. ഒരു 4 ഞാൻ എടുത്തിട്ടുണ്ട്. 5 തളിൻ്റെ ചെമ്പരത്തിയാണ് എടുത്തുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത് അത് എടുക്കാവുന്നതാണ്. എണ്ണ ഇപ്പം കൂടുതലുണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ തൽക്കാലം 5 ഉള്ളൂ. ഇപ്പോൾ വെള്ളം ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഇടേണ്ടത് പനിക്കൂർക്കയുടെ ഇലയാണ്. അപ്പോൾ ഈ ഹെയർ ഡൈ എന്ന് പറയുന്നത് തലനീരിറക്കം ജലദോഷം ഉള്ളവർക്കൊക്കെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിനാണ് ഈ ഞാവരയില അല്ലെങ്കിൽ പനിക്കൂർക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ നമുക്ക് കാപ്പിപ്പൊടി അല്ലെങ്കിൽ തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ എവിറ്റിയുടെ തേയിലപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ചെറുതായിട്ടൊന്ന് വെള്ളം ചൂടായി വരുന്ന സമയത്ത് നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരും കേട്ടോ. നമ്മളിട്ട് ചുവന്ന ചെമ്പരത്തി പൂ വെള്ള കളറായി മാറും. നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ സവാളയുടെ തൊലിയാണ്. അപ്പോൾ സവാളയുടെ തൊലി നല്ലവണ്ണം കഴുകിയിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ചിലപ്പോൾ ഇതിൽ കറുത്ത പൂപ്പൽ പോലത്തെ സാധനം കാണാം, അത് നല്ലതല്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് നല്ലവണ്ണം കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നമ്മുടെ ഭൃംഗരാജയുടെ, അതായത് കയ്യോന്നിയുടെ ഇലയാണ്. ഇതും കൂടി ഇട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അടച്ചു വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ മിക്സ് നല്ല റെഡി ആയിട്ടിരിക്കും കേട്ടോ. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വയ്ക്കാം. ഇനി നമ്മളെ മിക്സ് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിൽ നമ്മുടെ ജാറിലേക്ക്, മിക്സിയുടെ ജാറിലേക്ക് ഒരു പിടി കറിവേപ്പില ഇടുക. ഇത് കഴുകി ഉണക്കി വെച്ചിരുന്ന കറിവേപ്പിലയാണേ. ഒരു ചെറിയ സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ നീലാമരിയുടെ ഇലയുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. പൊടിയുണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ നീലാമരിയുടെ പൊടിയും ഇല്ല, അതുപോലെ തന്നെ ഇലയും ഇല്ല. അതുകൊണ്ട് ഞാൻ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിഞ്ചീരകം അല്ലെങ്കിൽ നമ്മുടെ നീലാമരി, ഇതിലേതെങ്കിലും ഒന്ന് എടുത്താൽ മതി. ഇപ്പോൾ ഞാൻ കരിഞ്ചീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ എടുത്ത് വെച്ചിരുന്ന മിക്സിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വെള്ളവും അതുപോലെ തന്നെ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനം എല്ലാം കൂടെ ഇട്ട് കൊടുക്കാമേ. എന്നിട്ട് നല്ലവണ്ണം അരച്ചെടുക്കാം. ഇനി ഇതിലൊരു 2-3 ഐറ്റം കൂടെ ചേർക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ നമ്മുടെ മൈലാഞ്ചിയുടെ ഇലയും അതുപോലെ തന്നെ നെല്ലിക്ക, അത് നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ മൈലാഞ്ചിയുടെ ഇല ഉണ്ടെങ്കിൽ ഒരു പിടി മൈലാഞ്ചിയുടെ ഇല ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ പൊടിയാണുള്ളത്, അതുകൊണ്ട് നമ്മളിത് അരച്ചതിന് ശേഷം ഒരിക്കൽ അത് മിക്സ് ചെയ്യുന്നത്. നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരച്ചെടുക്കാതെ ഇത് നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി ഒരു ഇരുമ്പ് ചീനച്ചട്ടി എടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ നമ്മുടെ തവയാണുള്ളത്. ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതാണ്. ഇത് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല, കാരണം നമുക്ക് ഈ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു തുരുമ്പിൻ്റെ ഒരു അംശം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കഴുകിയിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെ എടുക്കുന്നുണ്ട്. കഴുകി വച്ചിരുന്നതായിരുന്നു. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓണാക്കി നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കണം. വെള്ളം ഇവിടെ ചൂടായി വരുന്നുണ്ട്. ആ സമയത്തേക്ക് നമ്മൾ ഒരു 2 സ്പൂൺ അളവിൽ മൈലാഞ്ചിയുടെ പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളുടെ കയ്യിൽ മൈലാഞ്ചിയുടെ ഇലയാണുള്ളതെങ്കിൽ അത് നമ്മൾ നേരത്തെ മിക്സ് അരയ്ക്കുന്ന സമയത്ത് അതിലിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അല്ല എങ്കിൽ പൊടിയാണുള്ളതെങ്കിൽ ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് കട്ടയൊന്നുമില്ലാതെ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. നമ്മളിത് മൈലാഞ്ചിയുടെ ഇല ആഡ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ആഡ് ചെയ്ത് കട്ടയെല്ലാം പൊട്ടിച്ച് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 2 സ്പൂൺ അളവിൽ നെല്ലിക്കയുടെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹെയർ ഡൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ മുടി കറുപ്പിക്കുന്നതിനോടൊപ്പം തന്നെ മുടി നല്ല രീതിയിൽ വളരാനും സഹായിക്കുന്നവയാണ്. അപ്പോൾ നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കട്ടയൊന്നുമില്ലാതെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. സാവധാനത്തിൽ മിക്സ് ചെയ്താൽ മതി. ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ടേ. ഇനി നിങ്ങൾക്ക് ഇത് നല്ലവണ്ണം കുറുകി പോയെങ്കിൽ കുറച്ച്
കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ നെല്ലിക്കയുടെ പൊടിയും കൂടെ ഇട്ട്, അല്ല എങ്കിൽ നിങ്ങൾ നെല്ലിക്ക അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് അതിനെ ലൂസാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 7-8 മണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് നല്ല ബ്ലാക്ക് കളറാവും, നമ്മുടെ ഹെന്നയുടെ പരുവത്തിലാവും. നമുക്കിനി ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ നമ്മുടെ ഡൈ ഇവിടെ സെറ്റായി ഇരിപ്പുണ്ട്. സൈഡിലെല്ലാം ഒട്ടിയിരിക്കുന്നുണ്ട്. അത് നമുക്ക് ചെറുതായിട്ട് ഇതിലോട്ട് ആക്കി കൊടുക്കാം. അതിന് ശേഷം ഇപ്പോൾ ഇത് കുറച്ചുകൂടെ നമുക്ക് ലൂസാക്കി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ കുളിക്കുന്നതിനൊരു 2 മണിക്കൂർ മുന്നേ തലയിൽ തേച്ചതിന് ശേഷം നോർമൽ വെള്ളത്തിൽ നമുക്ക് കഴുകി കളയാവുന്നതാണ്. നല്ല റിസൾട്ട് നമുക്ക് ഈ ഒരു ഡൈയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. തികച്ചും നാച്ചുറലായിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കാനും പറ്റും. സിമ്പിളായിട്ട് നമുക്ക് ഈസി ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയുന്ന ഒരു ഡൈ ആണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒരു 8 മണിക്കൂർ വരെ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കാം. എങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ ഞാൻ 4 മണിക്കൂറേ വച്ചിട്ടുള്ളൂ. 8 മണിക്കൂറാണ് നമുക്ക് ഇതിൻ്റെ കണക്കെന്ന് പറയുന്നത്. സിമ്പിളായിട്ട് നമുക്കൊരു സൈഡ് എഫക്റ്റും ഇല്ലാതെ തന്നെ മുടി വളർത്താനും പറ്റും. അതിനുപരിയായിട്ട് മുടിയെ കറുപ്പിക്കാനും പറ്റും കേട്ടോ. 2 ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങളിത് മസ്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുതേ.